നമസ്കാരം. എന്തുണ്ട് വിശേഷങ്ങളൊക്കെ? എല്ലാവരും സുഖമായി ഇരിക്കുന്നോ? അപ്പം നമുക്കിന്നിവിടെ കുറച്ചധികം ജോലികളുണ്ടേ. എന്തെന്നാൽ നമുക്കിവിടെ നിന്ന് കുറച്ചധികം വിരുന്നുകാർ വരുന്നു. അപ്പോൾ അതിഥി ദേവോ ഭവ എന്നാണല്ലോ. അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള ഫുഡ് ഒരുങ്ങുന്നതാണേ. ഞാനും അമ്മയും കൂടെ അതിനുള്ള തിരക്കുകളിലാണ്. ഇച്ചിരി ലേറ്റായിട്ടാണ് തുടങ്ങിയത്. കാരണം അവർ ഡിന്നർ ടൈമിലേക്കേ എത്തത്തുള്ളൂ. അപ്പം അതുകൊണ്ട് ഞങ്ങൾ നന്നായി താമസിച്ചാണ് തുടങ്ങിയത്. ഇന്നലെ ഞാനൊരു യാത്ര പോയിരുന്നു, ഒരു നീണ്ട യാത്ര. ഇന്നലെ ഏർലി മോർണിംഗ് പോയി, ലേറ്റ് നൈറ്റ് പിറ്റേ ദിവസം ഇന്ന് വെളുപ്പിനെ എന്ന് തന്നെ പറയാം അപ്പോഴാണ് വന്നത്. അപ്പം എല്ലാം പോയിട്ട് വന്നപ്പോൾ മൈൻഡ് ഒന്ന് ഫ്രഷായെന്ന് പറയാം. ഒരു തീർത്ഥാടന യാത്രയായിരുന്നു പോയത്. അപ്പം നല്ല ഒരു എനർജി ഉണ്ടെന്ന്. കുറച്ച് ദിവസമായിട്ട് എന്തൊക്കെയോ മനസ്സിനൊരു വല്ലാത്ത ഭാരവും ഉണ്ടായിരുന്നു, കുറച്ച് നാളായി. അപ്പോൾ എന്തായാലും മൈൻഡ് ഒന്ന് ഫ്രഷായി തിരിച്ചു വന്നു. അപ്പോൾ ആദ്യം ഞാൻ അരിഞ്ഞത് പയറുതോരന് വേണ്ടിയായിരുന്നു. പിന്നീട് അരിയുന്നത് ഇപ്പോൾ ചിക്കൻ കറിക്ക് വേണ്ടിയിട്ടുള്ള സവാളയാണ് അരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബീഫ് ഉണ്ടായിരുന്നു. ബീഫ് നേരത്തെ അമ്മ റെഡിയാക്കി, ഞങ്ങൾ ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് ബീഫ് റെഡിയാക്കി എടുക്കുമായിരുന്നു. അപ്പം ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് കഴിക്കാനും എന്തെങ്കിലും വേണ്ടേ. അപ്പം ബീഫൊന്ന് ഡ്രൈ ആയിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ചിക്കൻ കറിക്ക് വേണ്ടിയിട്ടാണ്. ഇന്ന് രാവിലെയാണ് സാധനമൊക്കെ പോയി മേടിച്ചത് എലവന്തിട്ട ചന്തയിൽ നിന്ന്. അപ്പം ഈ ചെയ്യുന്നത് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുക്കുക. റെഡിമെയ്ഡ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇവിടെ ഇരിപ്പുണ്ട്. എങ്കിലും ഇത് നമ്മളൊന്ന് ചതച്ചെടുക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു മണം. ഇതെല്ലാം കൂടെ കിടന്ന് വഴട്ടിയെടുക്കുമ്പോൾ, അതായത് സവാളയുടെ കൂടെ കിടന്ന് വഴട്ടിയെടുക്കുമ്പോൾ ഒരു മണം വരണമല്ലോ. അത് വരണമെങ്കിൽ നമ്മൾ ഇങ്ങനെ തന്നെ എടുക്കണം. ചിക്കൻ കറി നമ്മൾ വിറകടുപ്പിൽ വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇരുമ്പ് ചീനച്ചട്ടിയിൽ വിറകടുപ്പിൽ. അപ്പോൾ അത് ആകുമ്പം ഒരു പ്രത്യേക ടേസ്റ്റാണേ കറിക്ക്. അപ്പം ആദ്യമേ നമ്മൾ സവാള വഴന്ന് ഇതായി ചെറുതായിട്ട് വഴരാൻ തുടങ്ങുമ്പം തന്നെ നമ്മൾ അതിനകത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇടണം. അപ്പോൾ ഇട്ടാൽ ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും അടിയിലിങ്ങനെ പറ്റിപ്പിടിക്കത്തില്ല. അതുപോലെ ഇരുമ്പ് ചീനച്ചട്ടി വെച്ചേക്കുന്നതുകൊണ്ട് നല്ലതായിട്ട് ശ്രദ്ധിക്കണം. പെട്ടെന്നത് കരിഞ്ഞു പോകും. കാര്യം ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഭയങ്കര ചൂടാകും. പെട്ടെന്ന് തന്നെ ആ ചട്ടി അങ്ങ് ചൂടായി പിന്നെ എളുപ്പം അങ്ങ് ആകുകയും ചെയ്യും. അപ്പം ഇത്രയും സാധനങ്ങൾ, കരിയാപ്പിലയും ഇടുന്നുണ്ടേ. ഇത്രയും അതായത് വെളുത്തുള്ളി, ഇഞ്ചിയും ചതച്ചതും സവാളയും എല്ലാം ഒന്ന് വഴണ്ട് ഒരു ചെറിയ ബ്രൗൺ കളർ വരാറാകുമ്പോഴത്തേന് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ ചേർക്കണം. അത് നന്നായി ഒന്ന് വഴന്ന് നല്ലതായിട്ട് തക്കാളിയുടെ വെള്ളമൊക്കെ പറ്റി നല്ലതായിട്ട് വഴന്ന് വരുമ്പോഴത്തേക്ക് വീണ്ടും അതിനകത്ത് നമ്മൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർക്കും. ശ്രദ്ധിക്കുക, മുളക് പൊടിയും മല്ലിപ്പൊടിയും മാത്രമേ ഞാൻ ആദ്യം ചേർക്കുന്നുള്ളൂ. അതിലേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർന്ന് അതിൻ്റെ ഒരു പച്ച മണം മാറുന്നിടം വരെ ഇളക്കി കൊടുക്കുക. പച്ച മണം. വെളിച്ചെണ്ണയിലായിരുന്നു നമ്മൾ ഉള്ളി വഴട്ടാൻ എടുത്തത്. വെളിച്ചെണ്ണയാണ് അതിനൊരു ടേസ്റ്റ് കറിക്ക്. അപ്പം ആ പച്ച മണം മാറുന്നതിന് വരെ ഇളക്കി അതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർക്കുക. ഇനി അതിലേക്ക് വേണം നമ്മൾ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് ഇളക്കി കൊടുക്കാൻ. അങ്ങനെയാണ് ഞങ്ങളിവിടെ ചെയ്യുന്നത്. ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് ഇളക്കി കൊടുക്കണം. ഇളക്കി നല്ല ആദ്യമേ വെള്ളമൊന്നും ചേർക്കണ്ട. ചിക്കനകത്തുനിന്ന് നന്നായി വെള്ളം വരാനുണ്ട്. ഇവിടെ ഞങ്ങൾ ചിക്കൻ മസാലയൊന്നും വാങ്ങിച്ചങ്ങനെ ചേർക്കാറില്ല കറിക്ക്. ഇവിടെ ആർക്കും ആ കറി അത്ര ഇഷ്ടവും അല്ല. നമ്മൾ നമ്മുടേതായ രീതിയിൽ മസാലകൾ ചേർത്ത് അങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ആ ഒരു കറിയുടെ മണമാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. അപ്പം അതിലേക്കായിട്ട് വീണ്ടും ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പും മഞ്ഞൾപ്പൊടിയുമാണ് ഇപ്പം നമ്മൾ ചേർത്തത്. ചിക്കൻ ഇട്ടതിന് ശേഷം ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തു. എല്ലാവരും അവരവരുടെ രീതിക്കായിരിക്കും കറികളൊക്കെ വെക്കുന്നത്. നമ്മൾ ഇവിടെ വെക്കുന്ന രീതിക്ക് പറഞ്ഞതേ ഉള്ളൂ. ഇവിടെ അമ്മ വെക്കുന്ന രീതി ഇങ്ങനെയാണ്, ഈ ഒരു രീതിക്കാണ്. കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ ഇളക്കി ഇങ്ങനെ വെക്കുമ്പം തന്നെ പതുക്കെ അതിനകത്തുനിന്ന് വെള്ളം ഇങ്ങനെ ഇറങ്ങാൻ തുടങ്ങും. പിന്നെ അതൊന്ന് കുറച്ച് നേരം അടച്ച് വെച്ച് ഒന്ന് വെള്ളമൊക്കെ ഇറങ്ങി നല്ലതായിട്ട് വരാനായിട്ടൊന്ന് അടച്ച് വെക്കണം. അടച്ച് വെച്ച് അത് വെള്ളം ഇറങ്ങിയൊക്കെ തുടങ്ങി ആ ഒരു തിള വരുമ്പോഴത്തേന് നമ്മളതിലേക്ക് പിന്നീട് വേണം ഗരം മസാല ചേർത്ത് കൊടുക്കാൻ. പിന്നീട് ഗരം മസാല ചേർത്ത് വെച്ച് നമ്മൾ അടച്ച് വെക്കണം.
അതിനുശേഷം വെള്ളം നന്നായി വറ്റി എന്ന് തോന്നുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തെടുക്കാം. ചിലപ്പം അത് ഓരോ ചിക്കൻ്റെ രീതി അനുസരിച്ചിരിക്കും. അതിനകത്ത് നന്നായി ചിലതിനകത്ത് വെള്ളം കാണും, ചിലതിനകത്ത് അതിനനുസരിച്ച് വെള്ളം കാണത്തില്ല. അപ്പം നമ്മൾ വേവാൻ ആവശ്യമായ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം. ഞാൻ ഇതിനകത്ത് വീണ്ടും കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമുക്കതൊന്ന് വെന്ത് വരാനുള്ളതും നമുക്കതുപോലെ ഗ്രേവിയും വേണമല്ലോ. നമ്മൾ കപ്പ വേവിക്കുന്നുണ്ട്, അപ്പോൾ അതിന് കഴിക്കാനായിട്ട് നമുക്ക് കുറച്ച് ഗ്രേവിയും വേണം. അങ്ങനെ അത് വീണ്ടും ഒന്നുകൂടെ അടച്ച് വെച്ച് വേകട്ടെ. ഇത് നന്നായി തിളച്ച് വരുന്ന സമയത്തേക്ക് വീണ്ടും ഗരം മസാല കുറവാണെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. തിള വരുമ്പോൾ അല്ലെങ്കിലും നമ്മൾ ഇച്ചിരി ഗരം മസാല ചേർത്ത് കൊടുക്കണം. ഞാൻ ഒന്ന് ഉപ്പ് നോക്കിയായിരുന്നു, ഉപ്പ് കുറവുണ്ട്, അപ്പം കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഇനി ഒന്ന് അടച്ച് വെച്ച് ഇതായിട്ട് വരുമ്പോഴത്തെ നമ്മുടെ ചിക്കൻ കറി എപ്പോഴത്തേനും റെഡിയാവും. ഇനിയിപ്പം നമുക്ക് എൻ്റെ അടുത്ത ജോലി എന്ന് പറഞ്ഞാൽ അമ്മയുടെ ജോലികൾ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. എൻ്റെ അടുത്ത ജോലി എന്ന് പറഞ്ഞാൽ നമുക്കിനി സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ ഞുറുക്കിയെടുക്കണം. അപ്പോൾ സാമ്പാറിനുള്ള കഷ്ണമൊക്കെ അങ്ങ് ഞുറുക്കാമെന്ന് വിചാരിച്ചു. ഇത് കുക്കറിൽ ഞാൻ അന്നേരം പരിപ്പ് വേവാൻ വെച്ചതാണേ. തുമരപ്പരിപ്പല്ല, പയർ പരിപ്പ്. നമ്മൾ പരിപ്പ് കറി വെക്കുന്നുണ്ട്. അപ്പം അതിനുള്ളത് കുക്കറിലോട്ട് അങ്ങ് വെച്ച് അതിൻ്റെ കൂട്ടത്തിൽ രണ്ട് ശംഖുവൊക്കെ സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അത്രയും സമയമായി ശംഖു സ്കൂളിൽ നിന്ന് വരും. അപ്പോൾ അതിൻ്റെ ഇടയിൽ കിടന്നുള്ള കുസ്തിപിടുത്തങ്ങളൊക്കെയാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ അത് കാണുന്ന ടൈൽസിനകത്തെ ആ ഒരു റിഫ്ലക്ഷനകത്തൂടെ കാണുന്നത്. അപ്പം നിക്കിയുണ്ട്, രണ്ടുപേരും കൂടെയുള്ള വഴക്കാണ് അമ്മ ഒടിച്ചു വിടുന്നത് കാണുന്നത്. പിന്നെ നമ്മൾ ആ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ അങ്ങ് ഞുറുക്കി മാറ്റുന്നുണ്ട്. എളുപ്പം ഓരോ പണികൾ കഴിഞ്ഞാൽ പിന്നെ അടുത്തതിലേക്ക് നമുക്ക് പോകാമല്ലോ. ക്ലീനിങ്ങും കാര്യം എല്ലാം നിറച്ച് കിടക്കുന്നു. അപ്പോൾ അതെല്ലാം ചെയ്യാനായിട്ട് പോകണം. അപ്പോൾ അതിന് മുമ്പ് സാമ്പാറിനുള്ള കഷ്ണങ്ങളും കൂടെ ഞുറുക്കി കൊടുക്കാം. വീണ്ടും ഇത് സാമ്പാറിനുള്ള പരിപ്പ് മാറ്റിയതിന് ശേഷം കുക്കർ കഴുകി വീണ്ടും നമ്മൾ സാമ്പാർ പരിപ്പ് ഇട്ടേക്കുവാണ്. ഇനിയിപ്പോൾ സാമ്പാർ വെച്ചാൽ മതി. ബാക്കിയൊക്കെ ആയിട്ടുണ്ട്. ഇത്രയൊന്നുമല്ല ഞാൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളാണ് കാണിക്കുന്നത്. അമ്മയുടെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അപ്പോഴത്തേനും അവിടെ എല്ലാം നമ്മുടെ കൗണ്ടർ ടോപ്പൊക്കെ നന്നായിട്ട് അഴുക്കായിരുന്നു. പിന്നെ അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തങ്ങ് വെക്കാം എന്ന് വിചാരിച്ചു. നമ്മളെടുത്ത സാധനം കഴുകി അങ്ങ് വെക്കുകയാണെങ്കിൽ അത്രയും എളുപ്പമുണ്ടല്ലോ പിന്നീട്. അപ്പോൾ ആ വേസ്റ്റും പച്ചക്കറി അരിഞ്ഞതിൻ്റെ വേസ്റ്റും ഒക്കെ അങ്ങ് പറക്കി മാറ്റി പെട്ടെന്ന് അവിടെ കഴുകി മാറ്റാമെന്ന് വിചാരിച്ചു. ആദ്യമൊക്കെ എൻ്റെ കിച്ചൺ എല്ലാവരെയും കാണിക്കുന്നതിനകത്ത് എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നമ്മുടെ ഒരുപാട് പഴയ കിച്ചണും അടുക്കളയും ഒക്കെയാണ്. പക്ഷേ ഇപ്പം നമ്മൾ എങ്ങനെയാണോ അങ്ങനെ തന്നെ എല്ലാവരുടെ മുമ്പിൽ വരട്ടെ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോഴത്തേനും നമ്മുടെ കാപ്പിയുടെയും ചായയുടെയൊക്കെ സമയമായി. ശംഖു സ്കൂളിൽ നിന്ന് വന്നായിരുന്നല്ലോ. അപ്പം എനിക്കും അമ്മയ്ക്കും കട്ടൻ കാപ്പിയും അവർക്ക് ചായയൊക്കെ അങ്ങ് എടുക്കുവാണേ എളുപ്പം. അവർക്ക് ചായയുടെ സമയമാകുമ്പോൾ ചായയും സ്നാക്സും ഒക്കെയാണ് കഴിക്കുന്നത്. രണ്ടുപേരും വൈകിട്ട് ചായയാണ് കുടിക്കുന്നത്. അപ്പം ചായയൊക്കെ അങ്ങ് ഇട്ടു ആ പണിയങ്ങ് ഒതുക്കാമെന്ന് വിചാരിച്ചു. അന്നേരം പിന്നെ കുഞ്ഞാളങ്ങ് ഉറങ്ങിക്കോളും. ചായയൊക്കെ കുടിച്ച് അംഗൻവാടിയിൽ നിന്ന് വന്നതിന് ശേഷം നിക്കി ഒരു ചായയൊക്കെ കുടിച്ചിട്ടാണ് മിക്കവാറും ദിവസവും ഉറങ്ങുന്നത്. അപ്പോൾ ഉറങ്ങിക്കിട്ടിയാൽ തന്നെ അല്ലേ എൻ്റെ ഇടയിലെല്ലാം ഇങ്ങനെ നാശം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. എന്തെല്ലാം വേണേലും എടുക്കും. കത്തി എടുത്തുകൊണ്ട് പോവും, കത്രിക എടുത്തുകൊണ്ട് പോവും. കിച്ചണിൽ നമ്മൾ എന്തെല്ലാം എത്ര എത്താത്തടുത്ത് വെച്ചാലും അദ്ദേഹം കൈ കിട്ടുന്ന സാധനങ്ങളൊക്കെ കൈക്കലാക്കി ഇവിടുന്ന് രക്ഷപ്പെടും. ഇന്നലത്തെ നല്ല ക്ഷീണമുണ്ട്. എനിക്കങ്ങനെ നല്ല കാലിന് രണ്ടും നല്ല വേദനയുണ്ട്. ഞാനിട്ട റീൽസൊക്കെ എല്ലാവരും കണ്ടു കാണും, ഷോർട്സൊക്കെ എല്ലാവരും കണ്ടു കാണും. അപ്പം ഒരുപാട് നടക്കാനുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ടൊക്കെ കാലിന് നല്ല വേദനയുണ്ട്, നല്ല ക്ഷീണമുണ്ട്. അപ്പോൾ ഇനിയൊന്നും കുളിക്കുകയൊക്കെ ചെയ്യണം. കുളിച്ചേച്ച് എനിക്ക് ക്ലീനിങ്ങൊക്കെ ചെയ്യണം. ചിക്കൻ കറി ഉണ്ട് കറക്റ്റായിട്ട് നമുക്ക് റെഡിയായി. നല്ല പരുവത്തിന് കുറുകി നല്ല ആവശ്യത്തിന് ചാറും ഒക്കെ ആയിട്ട് നമുക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല മണമൊക്കെ വരുന്നുണ്ട്. അപ്പം ഇങ്ങനെ ചിക്കൻ കറി വെക്കുവാന്ന് എളുപ്പമാണ്. ഇനി ഇതിനകത്തുനിന്ന് അങ്ങ് വിളമ്പി മാറ്റണം, അല്ലെ ആ ചട്ടിയിൽ തന്നെ ഇരുന്നതങ്ങ് കുറുകിപ്പോകും. അത്രയ്ക്ക് ചൂടാണ് ഇരുമ്പ് ചട്ടി. പിന്നെ അയണിൻ്റെ കണ്ടൻ്റ് ഉള്ളതുകൊണ്ട് നമുക്കിതിൽ ഫുഡ് വെക്കുന്നതും നല്ലതാണ് കേട്ടോ. പിന്നെ അപ്പോഴത്തേന് കുക്കറി സാമ്പാറെല്ലാം റെഡിയായിരുന്നു. പിന്നെ അതിനെ താളിക്കുന്ന പരിപാടി മാത്രമേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ ചെയ്യുന്നത് അതൊക്കെ ഞാനന്ന് ചെയ്തത്. അമ്മയാണ് സാമ്പാറെല്ലാം ചേർത്ത് വെച്ചത്. പിന്നെ അതിനെ കടുവറുത്തതും അത് ചേർത്തതും ഒക്കെ ഞാനാണ്.
ഞാൻ കഴിഞ്ഞ ദിവസം ഒരു 2 ആഴ്ച മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് 111 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, അവർക്ക് എൻ്റെ നന്ദി പറയുന്നു. ഇനി വീഡിയോ കാണുന്നവർ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ എനിക്ക് 2 ആഴ്ചയ്ക്ക് ശേഷം ഒരു 136 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും എൻ്റെ നന്ദി. അതുപോലെ തന്നെ ഈ വീഡിയോ കണ്ടു പോകുന്നവർ എൻ്റെ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല വ്യൂസൊക്കെ കിട്ടുന്നുണ്ട്, പക്ഷേ എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ കൗണ്ട് അങ്ങോട്ട് കയറുന്നില്ല. അപ്പോൾ അതുപോലെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കുക, ലൈക്ക് ചെയ്യുക. ഈ കടുക് വറുക്കുന്നത് മൂത്ത് വരുമ്പോഴത്തേക്ക് അതിലേക്ക് ഉലുവാപ്പൊടിയും ജീരകപ്പൊടിയും ചേർത്ത് കൊടുക്കണം. ഉലുവാപ്പൊടിയും ജീരകപ്പൊടിയും നമ്മൾ തീ ഓഫാക്കി വെച്ചതിന് ശേഷം മാത്രം ചേർത്താലും മതി, അല്ലെങ്കിൽ ഇതേ കരിഞ്ഞു പോകും. അപ്പം തീ ഒന്ന് ഓഫാക്കി വെച്ചതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതി. ഇനി വീട് ക്ലീനിങ് ആണ് കിടക്കുന്നത്. എന്നും ക്ലീൻ ചെയ്താലും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. എത്ര പെട്ടെന്ന് നമ്മൾ ക്ലീൻ ചെയ്യുന്നു അത്ര പെട്ടെന്ന് അവർ അഴുക്കാക്കുന്നു. എന്തെടുത്താലും കൊണ്ടുവന്ന് ഹാളിൽ വെക്കും. ചില സമയത്ത് ഇവിടെ ആരെങ്കിലും കയറി വന്നാൽ ഇരിക്കാൻ പോലും സ്ഥലമില്ല. ആ ഇരിക്കും നമ്മൾ പറഞ്ഞു വെച്ചാൽ അവരും നോക്കും, നമ്മളും നോക്കുമ്പോൾ അവിടെ ഇരിക്കാൻ സ്ഥലമില്ല. അടുക്കളയിലെ പാത്രങ്ങൾ ഉൾപ്പെടെ എന്തൊക്കെ വേണേലും അവർ കൊണ്ടുപോയി സെറ്റ് ചെയ്ത് വെക്കും. കളിക്കാൻ എടുത്തുകൊണ്ട് പോകുന്ന അവരെന്ന് പറയാൻ പറ്റത്തില്ല, ഒരാളെ നിൽക്കുകയാണ് ഇത് ചെയ്യുന്നത്. അപ്പം എന്ത് സാധനം കിട്ടിയാലും കൊണ്ടുപോയി ഹാളിൽ വെക്കുക, അല്ലെ സെറ്റ് വെക്കുക, സെറ്റിയുടെ കുഷ്യൻ എടുത്ത് കളയുക. പിന്നെ ഞങ്ങളുടെ ഇടയ്ക്ക് സമാധാനത്തിന് വേണ്ടി ഞങ്ങളിങ്ങനെ ചെയർ ബാക്കൊക്കെ മാറി ഒന്ന് വിരിച്ചൊക്കെ എപ്പോഴും ഇടും. നമ്മുടെ ഒരു സന്തോഷം ഉണ്ടല്ലോ. എന്തൊരു ഭംഗിയായിട്ട് കിടന്നിരുന്നൊരു വീടാണെന്നറിയാം. എല്ലാവരും പണ്ട് പറയുമായിരുന്നു വളരെ ഭംഗിയായിട്ട് കിടക്കുന്നൊരു വീടാണ്. അപ്പോൾ അതെല്ലാം പോയി. എന്നോടൊക്കെ ദേഷ്യം വന്നാൽ അല്ലെ ഞാനൊന്ന് വഴക്ക് പറഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് കട്ടിലേ കയറി കട്ടിലേലെ ബെഡ്ഷീറ്റെല്ലാം വലിച്ച് കിട്ടിക്കളയുക, അല്ലെങ്കിൽ പില്ലോസ് എല്ലാം പറക്കി എറിയുക. ഇതൊക്കെയാണ് നിക്കിയുടെ കാര്യങ്ങൾ. എന്നാലും നമുക്ക് ഭയങ്കര ഇഷ്ടം, നമുക്കൊരു സന്തോഷമല്ലേ വീടൊക്കെ വൃത്തിയായി കിടക്കുന്നത് കാണാൻ. അല്ലെ അത് ഒരു എന്തോ ഒരു ശ്വാസം നേരെ വീഴുന്ന പോലെ എന്നെ സംബന്ധിച്ച് വീടിനകത്ത് ഒരു വൃത്തിയും വെട്ടവും വെളിച്ചവും ഒക്കെ വരിക എന്ന് പറഞ്ഞാൽ അതൊക്കെ ഒന്ന് വിരിച്ച് നിവർത്തി ഇടുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണ്. അപ്പോൾ ഇത് കുറച്ച് സമയത്തേന് ഞങ്ങളിത് മിക്കവാറും ഞാനും അമ്മയും ഇത് മാറ്റി വിരിക്കാനും അല്ലെങ്കിൽ പുതിയത് വിരിക്കാനും മൂത്ത് വിരിക്കാനും ഒക്കെ ശ്രമിക്കാറുണ്ട്. വീട് മുഴുവൻ അങ്ങനെ തന്നെയാണ്. എന്തൊക്കെ വേണേലും എവിടെ നിന്ന് വേണേലും കിട്ടും. വെളിയിൽ പോയി കല്ല് കിട്ടുമെങ്കിൽ കല്ല് കൊണ്ട് വെക്കും, മണ്ണ് കിട്ടുമെങ്കിൽ മണ്ണ് കൊണ്ട് വെക്കും. പെയിൻറ്റിങ് ഒക്കെ ആണെങ്കിലും ഞങ്ങളിപ്പോൾ ഇടയ്ക്കിപ്പം ഈ വർഷം തന്നെ ഒരു പ്രാവശ്യം ഒന്ന് പെയിൻറ്റിങ് ചെയ്തതാണ് ഹാളൊക്കെ. പെൻസിലോ എന്താണോ കൈ കിട്ടുന്നത് അതും കൊണ്ട് വരച്ച് വെക്കും. അപ്പോൾ എല്ലാം ഒന്ന് വിരിച്ച് വൃത്തിയാക്കി ഇട്ടപ്പോൾ തന്നെ കണ്ടോ എന്തൊരു ഭംഗിയാണ്. ഇത്രയും മതി അവിടെ ഒന്ന് വൃത്തിയായി കിടക്കാൻ. പുതിയ ഇപ്പോഴത്തെ സ്റ്റൈൽ സെറ്റൊന്നും വാങ്ങിക്കാത്തതും അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഫുഡ്. ബീഫ് വരട്ടിയത്, സലാഡ്, തോരൻ, സാമ്പാറുണ്ട്, മോരുകറിയുണ്ട്, കപ്പ വേവിച്ചതുണ്ട്, ചിക്കൻ കറിയുണ്ട്, പരിപ്പുണ്ട്, പിന്നെ പപ്പടമാണ് ഇരിക്കുന്നത്, വെള്ളം, പിന്നെ ചോറ്. ഇത്രയായിരുന്നു എൻ്റെ വീഡിയോ. ഇഷ്ടപ്പെട്ട എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നന്ദി.